ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ക്രമീകരണങ്ങൾ പൂർത്തിയായി. സുരക്ഷ ശക്തം. ഹരിയാനയിൽ പ്രചാരണം സജീവം. 4 ദിവസത്തെ സന്ദർശനത്തിനായി ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് ഇന്ന് ഇന്ത്യയിലെത്തും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ US സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ ഓഹരി വിപണികളിൽ വൻ നിക്ഷേപവുമായി വിദേശ നിക്ഷേപകർ. സെപ്റ്റംബറിലെത്തിയത് 57,000 കോടി രൂപ. കേരളത്തിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നേപ്പാളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും 130 മരണം. ബീഹാറിൽ വെള്ളപ്പൊക്കത്തിൽ വ്യാപക നാശനഷ്ടം. വാർത്തകൾ വിശദമായി. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് നാളെ. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. വിശദാംശങ്ങളിലേക്ക്. സുഗമവും സമാധാനപരവുമായ പോളിംഗിനായി ജമ്മു കശ്മീരിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. 3ാം ഘട്ടത്തിൽ 7 ജില്ലകളിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഇതിൽ 16 എണ്ണം കശ്മീർ ഡിവിഷനിലും 24 എണ്ണം ജമ്മു മേഖലയിലുമാണ്. ആകെ 415 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 39.18 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ വിധി നിർണ്ണയിക്കുക. നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 6 മണി വരെ തുടരും. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പുകൾ സമാധാനപരമായിരുന്നു. ആദ്യഘട്ടത്തിൽ 61% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ 2ാം ഘട്ടത്തിൽ 56% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ ഒക്ടോബർ 8 നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അടുത്ത മാസം 5-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ അടുത്ത മാസം 8-ന്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് നാരായൺഗഡിൽ നിന്നും കുരുക്ഷേത്ര വരെ പദയാത്ര നടത്തും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി താനേസറിൽ റോഡ് ഷോയെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പഞ്ച്കുലയിൽ ജൻ ആശീർവാദ് റാലിയിൽ പങ്കെടുക്കും. ഇന്നലെ റോഹ്തക്കിൽ നടന്ന റാലിയെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ന് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർ രാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ 10ാം ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും ചടങ്ങിൽ പങ്കെടുക്കും. തൊഴിൽ സാധ്യതകൾ അതിവേഗം മാറുകയാണെന്നും ഗെയിമിംഗ്, ആനിമേഷൻ, ചലച്ചിത്ര നിർമ്മാണം തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ വലിയ അവസരങ്ങളാണ് വരാൻ പോകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് പരിപാടിയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ക്രിയേറ്റ് ഇൻ ഇന്ത്യ എന്ന പ്രമേയത്തിന് കീഴിലുള്ള 25 ഇനങ്ങളിൽ പങ്കെടുക്കാൻ കലാകാരന്മാരോടും സർഗപ്രതിഭകളോടും ശ്രീ മോദി ആഹ്വാനം ചെയ്തു. साथियों, बदलते हुए इस समय में नेचर ऑफ जॉब्स बदल रही है और नए नए सेक्टर्स का उभार हो रहा है, जैसे गेमिंग, एनिमेशन, रील मेकिंग, फिल्म मेकिंग या पोस्टर मेकिंग. अगर इनमें से किसी स्किल में आप अच्छा प्रदर्शन कर सकते हैं तो आपके टैलेंट को बहुत बड़ा मंच मिल सकता है. भारत सरकार का सूचना और प्रसारण मंत्रालय ने क्रिएट इन इंडिया इस थीम के तहत 25 चैलेंजेस शुरू किए हैं. देश भर के क्रिएटर से मेरा विशेष आग्रह है कि वे इसमें जरूर हिस्सा लें और अपनी क्रिएटिविटी को सामने लाएं. ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോൾനസ് 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ജമൈക്കൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ സന്ദർശനമാണ് ഇത്. സന്ദർശന വേളയിൽ ഡോക്ടർ ഹോൾനസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തുകയും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ സന്ദർശിക്കുകയും ചെയ്യും. വ്യാപാര വ്യവസായ പ്രമുഖരുമായും സന്ദർശനത്തിന്റെ ഭാഗമായി കൂടിക്കാഴ്ചയുണ്ടാകും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US-ലേക്ക് യാത്ര തിരിക്കും. US വാണിജ്യ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വാഷിംഗ്ടണിൽ മറ്റന്നാൾ നടക്കുന്ന ഇന്ത്യ US CEO ഫോറത്തിലും ബുധനാഴ്ച നടക്കുന്ന 6ാമത് ഇന്ത്യ USA വാണിജ്യ സംഭാഷണത്തിലും ശ്രീ പീയൂഷ് ഗോയൽ സഹ അധ്യക്ഷത വഹിക്കും. ഇന്ത്യൻ ഓഹരി വിപണികളിൽ വൻ നിക്ഷേപവുമായി വിദേശ നിക്ഷേപകർ. സെപ്റ്റംബറിൽ 57,000 കോടി രൂപയാണ് ഇന്ത്യൻ വിപണികളിലെത്തിയത്. ഡെപ്പോസിറ്ററീസ് കണക്ക് പ്രകാരം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ 57,359 കോടി രൂപ ഓഹരി വിപണികളിൽ നിക്ഷേപിച്ചു. 9 മാസത്തിനിടയിലുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. ഈ വർഷം ഇതുവരെ 2.1 ലക്ഷം കോടി രൂപയുടെ മൊത്ത നിക്ഷേപം ഇന്ത്യൻ മൂലധന വിപണിയിൽ വിദേശ നിക്ഷേപകർ നടത്തിയിട്ടുണ്ട്.
രാഷ്ട്രീയ പോഷൺ മാ 2024 സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഇന്ന് ഝാർഖണ്ഡിലെ റാഞ്ചിയിലെത്തും. ആരോഗ്യവും പോഷക സമൃദ്ധവുമായ ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ ശ്രമമാണ് രാഷ്ട്രീയ പോഷൺ മാ 2024. സമാപന ചടങ്ങിൽ രാജ്യമെമ്പാടുമായി 11,000-ലേറെ സക്ഷം അംഗൻവാടി കേന്ദ്രങ്ങളും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഇന്ന് ചുമതലയേൽക്കും. എയർ ചീഫ് മാർഷൽ VR ചൌധരി ഇന്ന് വിരമിക്കുന്ന ഒഴിവിലാണ് നിലവിൽ വ്യോമസേനാ ഉപമേധാവിയായ അമർപ്രീത് സിംഗ് എത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിരുമല, മുള്ളുവിള, തിരുവല്ലം സ്വദേശികളായ സ്ത്രീകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4 തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഒരു ബ്ലോക്കിൽ വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് മന്ത്രി ഇന്നലെ SAT ആശുപത്രി സന്ദർശിച്ചിരുന്നു. ഇന്നലെ രാത്രി 7 മണി മുതൽ 3 മണിക്കൂറോളമാണ് വൈദ്യുതി മുടങ്ങിയത്. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂർ കല്യാശ്ശേരിയിൽ യാഥാർത്ഥ്യമാകുന്നു. 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ISROയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് കെൽട്രോൺ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ശ്രീലങ്കയ്ക്ക് സമീപമുള്ള ചക്രവാത ചുഴിയുടെ പ്രഭാവത്തിലാണ് ഇത്. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ന് രാത്രി 11:30 വരെ കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. നേപ്പാളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും 130 പേർ മരിച്ചു. 64 പേരെ കാണാതായി. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രളയത്തിൽ കാഠ്മണ്ഡു താഴ്വര വെള്ളത്തിനടിയിലായി. നിരവധി പാലങ്ങളും വീടുകളും തകർന്നു. ഗതാഗതവും സ്തംഭിച്ചു. 3 ദിവസമായി നേപ്പാളിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ബാഗ്മതി നദി കരകവിഞ്ഞ് ഒഴുകുകയാണ്. ബീഹാറിൽ വെള്ളപ്പൊക്കത്തിൽ വ്യാപക നാശനഷ്ടം. കോസി, ഗണ്ഡക്, ബാഗ്മതി, മഹാനന്ദ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കമുണ്ടായത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. 16 ജില്ലകളിലായി 4 ലക്ഷത്തോളം പേരെ ദുരിതം ബാധിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോസി മേഖലയിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് സമീപമുള്ള റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് അന്താരാഷ്ട്ര വിവർത്തന ദിനം. ഭാഷാപരമായ വിടവുകൾ നികത്തുന്നതിനും ആഗോള സമാധാനവും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവർത്തകരുടെയും ഭാഷാ വിദഗ്ധരുടെയും സംഭാവനകളെ ആദരിക്കുന്നതിനുമായാണ് ദിനാചരണം. വിവർത്തനം, പരിരക്ഷണത്തിനുള്ള കല, തദ്ദേശീയ ഭാഷകൾക്കായുള്ള ധാർമ്മികവും ഭൗതികവുമായ അവകാശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയാണ് സമനിലയിൽ പിരിഞ്ഞത്. ഹോക്കി ഇന്ത്യ ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പ് 2024 14ാമത് എഡിഷൻ ഇന്ന് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ആരംഭിക്കും. 8 പൂളുകളിലായി 26 ടീമുകളാണ് മത്സരിക്കുന്നത്. അടുത്ത മാസം 10 വരെയാണ് മത്സരം. ബ്രൂണയിൽ നടന്ന ജൂനിയർ വേൾഡ് വുഷു ചാമ്പ്യൻഷിപ്പിനോട് അനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ 2 സ്വർണം ഉൾപ്പെടെ ഇന്ത്യ 7 മെഡലുകൾ സ്വന്തമാക്കി. 2 സ്വർണവും 1 വെള്ളിയും 4 വെങ്കലവുമാണ് വിവിധ വിഭാഗങ്ങളിലായി ഇന്ത്യയ്ക്ക് ലഭിച്ചത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തി. കഴിഞ്ഞ 2 ദിവസമായി ഇറാൻ അനുകൂല ഹൂതി തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ക്രമീകരണങ്ങൾ പൂർത്തിയായി. സുരക്ഷ ശക്തം. ഹരിയാനയിൽ പ്രചാരണം സജീവം. 4 ദിവസത്തെ സന്ദർശനത്തിനായി ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് ഇന്ന് ഇന്ത്യയിലെത്തും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ US സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ ഓഹരി വിപണികളിൽ വൻ നിക്ഷേപവുമായി വിദേശ നിക്ഷേപകർ. സെപ്റ്റംബറിൽ എത്തിയത് 57,000 കോടി രൂപ. കേരളത്തിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നേപ്പാളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും 130 മരണം. ബീഹാറിൽ വെള്ളപ്പൊക്കത്തിൽ വ്യാപക നാശനഷ്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.